പിന്നീടുള്ള വിശകലനത്തിലൂടെയൊക്കെയാണ്. പക്ഷെ സമരം ചെയ്യാനുള്ള അവകാശത്തിനും പാവങ്ങളും കുട്ടികളും സ്ത്രീകളും സാധാരണ മനുഷ്യരോടൊക്കെ LDFന്റെ നയമെന്ന് പറയുന്നത് നയപരമായിട്ട് തന്നെ അനുകമ്പയുള്ള നയമാണ്. ഈ പാവങ്ങളുടെ കാര്യത്തിൽ വിശേഷിച്ചും അങ്ങനെ LDFന്റെ നയം അതാണെന്നിരിക്കെ ആ നയത്തിന് നിരക്കാത്ത വിധത്തിലുള്ള സമീപനമാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ സ്വീകരിച്ചിട്ടുള്ളത്. ആ സ്വീകരിച്ച ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുതിയതായിട്ട് സ്വീകരിച്ചിട്ടുള്ളതല്ല. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് കൊച്ചി നഗരത്തിൽ അത് സ്വീകരിച്ചതായിട്ട് നമ്മൾ ദൃശ്യമാധ്യമ കഴിഞ്ഞ 2 ദിവസം ബുധൻ വെള്ളി ഇന്ന് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ എസ് ശർമ്മ, ബുധനാഴ്ച നടന്നു, അത് പുതുവൈപ്പിലായിരുന്നു. വെള്ളിയാഴ്ച ഉണ്ടായി, അത് ഹൈക്കോടതിക്ക് മുന്നിലായിരുന്നു. ഇന്ന് പുതുവൈപ്പിൽ വീണ്ടും ഇങ്ങനെയൊരു സാഹചര്യം 3 ദിവസവും ആവർത്തിച്ചിരിക്കുകയാണ്. പക്ഷേ താങ്കൾ പോലീസിനെ കുറ്റം പറയുകയാണ്. ഇത് പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റം പറഞ്ഞ് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? തല്ലിച്ചതച്ചത് സർക്കാരിൻ്റെ അറിവോടുകൂടി തന്നെയല്ലേ? താങ്കൾ പറയുന്നു LDFന്റെ നയമല്ല ഇതെന്ന്. അങ്ങനെയെങ്കിൽ അവിടെ പോലീസ് സംരക്ഷണത്തോടുകൂടി IOC നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്ന് എന്തുകൊണ്ട് തീരുമാനമെടുത്തു? തിരുവനന്തപുരത്തെ ചർച്ചയിൽ താങ്കൾ ജനങ്ങൾക്ക് അനുകൂലമായി തന്നെയാണല്ലോ നിയമസഭയിൽ സംസാരിച്ചത്, അവിടുത്തെ ജനപ്രതിനിധി എന്ന രീതിയിൽ. മുഖ്യമന്ത്രിയെ ഇടപെടുത്തുവാനും താങ്കൾക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറിച്ചൊരു സമീപനം എടുത്തു? അതുകൊണ്ടല്ലേ പോലീസ് സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെ 3 ദിവസവും ഈ സമരക്കാർക്കെതിരെ നടപടിയെടുത്തത്, തലതല്ലി പൊട്ടിച്ചത്? 3 ദിവസം 2 ദിവസം പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഹൈക്കോടതി ഡയറക്ഷനാണെന്നുള്ള കാര്യവും നമ്മൾ കണ്ടോളണം. പക്ഷെ ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ടെങ്കിലും പോലീസ് തല്ലാനായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. അവിടുത്തെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുള്ളത് IOC സമീപിച്ചപ്പോൾ ഹൈക്കോടതി നിലപാടെടുത്തിട്ടുണ്ട്. ഹൈക്കോടതി എന്നുള്ള ഡയറക്ഷൻ ഗവൺമെന്റിനുണ്ട്. ആ ഡയറക്ഷൻ ശ്രീ എസ് ശർമ്മ, നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ ശ്രീ എസ് ശർമ്മ ഒരു കാര്യം താങ്കൾ മറച്ചു വെക്കരുത്. നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നിർമ്മാണങ്ങളെങ്കിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് IOCക്ക് നിർമ്മാണവുമായി മുന്നോട്ട് പോകാം. അങ്ങനെയെങ്കിൽ പോലീസ് സംരക്ഷണത്തിന് അർഹതയുണ്ട് എന്ന് തന്നെയാണ്. 2 കാര്യങ്ങളുമുണ്ട്. അതിൽ ഒരു കാര്യം മാത്രം സർക്കാർ അംഗീകരിക്കുന്നത് ശരിയല്ല. അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളിലേക്ക് വഴിവെച്ചത്. മുഖ്യമന്ത്രി നേരത്തെ ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ മുഖ്യമന്ത്രി ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് താങ്കൾക്ക് വെളിപ്പെടുത്താവുന്നതാണല്ലോ. അതിൽ എന്തുകൊണ്ടാണ് നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ IOCക്ക് നിർദ്ദേശം കൊടുക്കാതെ പോയത്? അതോ അങ്ങനെ ഒരു നിർദ്ദേശം സർക്കാർ കൊടുത്തിരുന്നുവോ IOCക്ക്? അല്ല, അവിടെ മുഖ്യമന്ത്രി അന്ന് വിളിച്ചു ചേർത്തിട്ടുള്ള കോൺഫറൻസിൽ ബന്ധപ്പെട്ട ആളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് സുരക്ഷാ സംവിധാനം ഉറപ്പാക്കണം, വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ പാടില്ല, അതിനെല്ലാവരും സഹകരിക്കണം. അത് തികച്ചും സദുദ്ദേശപരമായിട്ടുള്ള അഭിപ്രായമാണ്. വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടരുത്, എല്ലാവരും സഹകരിക്കണം, പക്ഷേ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തണം എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. ഇവിടെ അടിസ്ഥാനപരമായി സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുന്ന ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് ബോധ്യം വരുന്ന വിധത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു സന്ദർഭത്തിൽ സമരരംഗത്താണ് പോലീസ് ചില ഉദ്യോഗസ്ഥന്മാരെ അപക്വമായി സ്വീകരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണക്കിലെടുത്തില്ല. ഈ നിർദ്ദേശം വരാത്തത് എന്തുകൊണ്ടാണ്? ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്, വ്യവസ്ഥകൾ പാലിച്ച് നിയമപരമായി നിർമ്മാണം നടത്താൻ IOCക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് എന്ന്. അവിടെ സുരക്ഷയുടെ കാര്യമല്ല പറയുന്നത്, വ്യവസ്ഥകൾ പാലിച്ച്. ഈ വ്യവസ്ഥ ലംഘിച്ചു എന്ന കാര്യം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നതാണല്ലോ. 200 മീറ്റർ പരിധിക്ക് പുറത്താണോ ഈ നിർമ്മാണം നടക്കുന്നത്? ഇപ്പോൾ CR നീലകണ്ഠൻ ഇവിടെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ പരമാവധി കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതിൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നത് തീരദേശ പരിപാലന നിയമത്തിന്റെ ലംഘനം അവിടെ നടന്നിട്ടുണ്ട് എന്നാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യം കണക്കിലെടുത്തില്ല? CR സെറ്റ് ആ പ്രശ്നം ഞാൻ തന്നെയാണ് അവിടെ ഉന്നയിച്ച സന്ദർഭത്തിൽ CR സെറ്റിൽ നിന്ന് എക്സംഷൻ IOCക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അവിടെ ഈ പ്രദേശത്ത് കഴിഞ്ഞ 2 ആഴ്ചത്തേക്ക് മുമ്പ് കൂടി പോയി കടലെടുപ്പ് കണ്ടതാണ്. പണ്ട് ഇത് പുതുവൈപ്പ് എന്നാണ് പേര്. പുതുതായി കടൽ വെച്ച സ്ഥലമായിരുന്നു പുതുവൈപ്പ്. ഇപ്പോൾ അത് കടലെടുപ്പ് സ്ഥലമാണ്. ആ പ്രദേശം കടലെടുത്ത് പോവുകയാണ്. ഇതൊക്കെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുവാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല ശ്രീ എസ് ശർമ്മ. ഇക്കാര്യം എന്തായാലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് താങ്കളാണ്. നിയമസഭയിൽ താങ്കൾ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ താങ്കൾ പരാജയപ്പെട്ടു ഇക്കാര്യത്തിൽ. ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് സമരക്കാരോടൊപ്പം നിന്നേ പറ്റൂ. അതുകൊണ്ട് സമരക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ താങ്കൾ സമ്പൂർണ്ണ പരാജയമായി.
ഈ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് ശേഷമാണല്ലോ പോലീസിന് ഊർജം കിട്ടിയതും സമരക്കാർക്കെതിരെ നടപടിയെടുത്തതും. 120 ദിവസം സമാധാനപരമായി നടന്ന സമരമാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ച യോഗത്തിന് ശേഷം പോലീസ് ലാത്തിചാർജിലേക്ക് കലാശിച്ചത്. അപ്പോൾ പോലീസിന് മനസ്സിലായത് മുഖ്യമന്ത്രി കൊടുത്ത ഈ നിർദ്ദേശമാണ്. പോലീസ് മേധാവിയും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നുവല്ലോ. പോലീസ് മേധാവിയും ഉണ്ടായിരുന്നുവല്ലോ ആ യോഗത്തിൽ. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ച യോഗം എന്ന് പറയുന്നത് കഴിഞ്ഞ 3 ആഴ്ചത്തേക്ക് മുമ്പാണ്. അപ്പൊ ആ വിളിച്ച യോഗത്തിൽ വന്ന വിളിച്ച യോഗത്തിൽ ഉന്നയിച്ച കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഇവിടെ അടിസ്ഥാനപരമായ കാര്യം ഗവൺമെന്റ് ജനങ്ങളെ തല്ലിച്ചതക്കുന്ന നയം ഗവൺമെന്റിന്റെ നയമല്ല. പാവപ്പെട്ട ജനങ്ങൾ, ദുരിതമനുഭവിക്കുന്നവർ, സ്ത്രീകൾ, കുട്ടികൾ, അത്തരം ആളുകളുടെ പ്രശ്നങ്ങളോട് അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്നുള്ളതാണ് LDF നയം. ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിന് അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ ആ ഉദ്യോഗസ്ഥർ പങ്കുവഹിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ നയത്തെ അട്ടിമറിച്ചുകൊണ്ട് തെറ്റായി പ്രവർത്തിക്കുന്നവരുടെ പേരിൽ കർശന നടപടിയെടുക്കുക എന്നതാണ് എന്റെ അഭിപ്രായം. അതായത് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുകയാണ് യതീഷ് ചന്ദ്ര, താങ്കൾ അദ്ദേഹത്തെ മർദ്ദകൻ എന്ന് തന്നെയാണല്ലോ വിശേഷിപ്പിക്കുന്നത്, യതീഷ് ചന്ദ്രയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് താങ്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. ഇദ്ദേഹത്തെ ലാത്തി കൊടുത്ത് അഴിച്ചുവിടുന്നത് മുഖ്യമന്ത്രി അല്ല എന്നാണോ താങ്കൾ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ല, ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെയല്ല ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നിഷ്ടത്തോടുകൂടി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നു. ഇപ്പോൾ ലാത്തിചാർജിൽ പങ്കെടുത്ത, നിർദ്ദേശം കൊടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും നിലപാട് ഇത് തന്നെയാണെന്നാണോ താങ്കൾ പറയുന്നത്, പുതുവൈപ്പിലും ഹൈക്കോടതിക്ക് മുന്നിലും? അല്ല, അവിടെ വേറെ DYSPമാരും അസിസ്റ്റന്റ് കമ്മീഷണർമാരും വേറെ സർക്കിൾ ഇൻസ്പെക്ടർമാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവരാരും തല്ലിയതായിട്ട് പരാതിയില്ലല്ലോ. ഈ സമരസ്ഥലത്ത് വേറെ DYSP റാങ്കിലുള്ളവരുണ്ടായിരുന്നു, സർക്കിൾ ഇൻസ്പെക്ടർമാരുണ്ടായിരുന്നു, നിരവധി ആളുകളുണ്ടായിരുന്നു. അവരാരെങ്കിലും ഏതെങ്കിലും ഒരു സമരക്കാരെ പിടിച്ച് അടിച്ചതായിട്ടുണ്ടോ? പുതുവൈപ്പിൽ ഇന്ന് യതീഷ് ചന്ദ്ര അല്ലല്ലോ തല്ലിയത്. കഴിഞ്ഞ ദിവസമാണ് യതീഷ് ചന്ദ്ര തല്ലിയത്. അന്ന് തന്നെ താങ്കൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നുവല്ലോ. അവിടെ പോലും മുഖ്യമന്ത്രി അത് കണ്ട ഭാവം നടിച്ചിട്ടില്ല. അതെ, അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് ഗവൺമെന്റ് ആ കാര്യം വിശദമായി പരിശോധിച്ചിട്ട് ഉചിതമായ തീരുമാനമെടുക്കും. അതിൽ ഇപ്പോഴത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? പ്രശ്നം അവിടെ ഇത് CR സെറ്റിന്റെ പരിധിയിൽ എക്സംഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും IOC പറയുന്ന വാദം നിലനിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അവിടുത്തെ കടലെടുത്ത സ്ഥലം, ഇപ്പോൾ നേരത്തെ ചില ആളുകൾ ചർച്ചയിൽ പറഞ്ഞല്ലോ, കടലെടുപ്പ് സ്ഥലമായിട്ടത് മാറിയിരിക്കുകയാണ്. പുതുവൈപ്പെന്നായിരുന്നു പേര്, ഇപ്പൊ പുതുവൈപ്പല്ല, കടലെടുപ്പ് സ്ഥലമായിട്ടത് അങ്ങനെയാണെങ്കിൽ IOC അത് ബോധ്യപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെക്കുവാൻ എന്തുകൊണ്ട് സർക്കാരിന് ഇടപെടാൻ കഴിയുന്നില്ല എന്നാണ്. സ്റ്റോപ്പ് മെമ്മോ കോടതി കൊടുക്കാത്തത് കൊണ്ടാണോ സർക്കാരിന് ഇടപെടാൻ കഴിയാതെ? സ്റ്റോപ്പ് മെമ്മോ കോടതി കൊടുക്കോ ഇല്ലെന്ന് കോടതിയാണ് നിശ്ചയിക്കുന്നത്, എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ IOCക്ക് മുന്നിൽ സർക്കാരിന്റെ ഈ നിലപാട് വെക്കുവാൻ കഴിയുമായിരുന്നുവല്ലോ. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിച്ചു? അവിടെ സമരക്കാരോട് മാറി നിൽക്കാൻ തന്നെയല്ലേ പറഞ്ഞത്? KS മുരളിയും ചേരുകയാണ്, സമരസമിതിയുടെ കൺവീനർ. ശ്രീ KS മുരളി, സമരക്കാരോട് തൽക്കാലം അവസാനിപ്പിച്ച് മാറി നിൽക്കുവാനുള്ള ആവശ്യം എപ്പോഴെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? പോലീസ് സംരക്ഷണത്തിനല്ലേ പ്രാമുഖ്യം കൊടുത്തത് സർക്കാർ? അതായത് കഴിഞ്ഞ മാസം 11-ാം തീയതിയാണ് ഞങ്ങളെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത്. അതിന് മുന്നോടിയായിട്ട് അതിന് മുന്നത്തെ മാസത്തിൽ മന്ത്രി മൊയ്തീൻ്റെ കെയർ ഓഫിലും ഞങ്ങളുടെ MLAയുടെ സാന്നിധ്യത്തിലും കളക്ടറുടെ സാന്നിധ്യത്തിലും എറണാകുളം ഗസ്റ്റ് ഹൗസിലും ഒരു ചർച്ച നടന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം 11-ാം തീയതി തിരുവനന്തപുരത്ത് ഞങ്ങൾ ചർച്ചയ്ക്ക് പോയത്. ഏകദേശം ഒരു 50 മിനിറ്റോളം ഞങ്ങൾ ചർച്ച ചെയ്തു. ചർച്ച ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ടൊരു നിലപാടെടുത്തു. IOCക്കാരോട് പണി ആരംഭിച്ചോളാനും സമരസമിതിക്കാർ അതിനോട് യോജിക്കണമെന്നും. ഞങ്ങൾ പറഞ്ഞത് നിയമലംഘനമാണ്. CRZ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പറഞ്ഞ സ്ഥലത്തല്ല അവർ പണിയുന്നത്, ആ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതുകൂടാതെ ഞങ്ങൾ NGTയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇടക്കാല വിധിയാണ്. അതിനകത്തും ഇവരോട് ആ ECയിലെ കണ്ടൻറ്റും കണ്ടീഷനും പാലിച്ച് പണിയാനാണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ എടുത്തിട്ട് ഇവർ നിർമ്മാണം തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഈ കേരള സ്റ്റേറ്റ് 9/12/2009 IOCക്ക് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തു ഇതിൻ്റെ EC ലഭിക്കുന്നതിന് വേണ്ടി. അന്നേരം ഇവിടെ LDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, കേന്ദ്രം ഭരിക്കുന്നത് UPA. ഇവ 9/12/2009 കൊടുത്ത ആ റെക്കമെൻഡേഷൻ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ്
ജൂലൈ 5, 2010 ഇവർക്ക് EC ലഭിക്കുന്നത്. ആ ECയിലും ഇത്ര നമ്പർ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ, റെക്കമെൻഡേഷൻ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അനുവദിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് ഈ 3 ദിവസങ്ങളായിട്ടുള്ള യാതൊരു സംഘർഷവും ഉണ്ടാവില്ല. ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി, കേരള ഈ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അവരോട് പറഞ്ഞാൽ മതി, ഈ സ്റ്റേറ്റ് CRZ അതോറിറ്റി എവിടെയാണോ നിങ്ങളോടത് വെക്കാൻ പറഞ്ഞത് അവിടെ മാത്രം നിങ്ങൾ നിർമ്മിക്കുക. അതിന് വിരുദ്ധമായിട്ട് നിങ്ങൾ വെച്ചിട്ടാണ് അവിടെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്നത്. ശ്രീ കെ എസ് മുരളി, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. ആ 11-ാം തീയതിയിലെ, കഴിഞ്ഞ മാസം 11-ാം തീയതിയിലെ, ഞാൻ ആദ്യം ജൂൺ 11 എന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഞാൻ ഒന്ന് ഇടപെടുകയാണ്, താങ്കൾ കേൾക്കാമെങ്കിൽ. കഴിഞ്ഞ മാസം 11-ാം തീയതിയിലെ ആ യോഗത്തിൽ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കുവാൻ കഴിയുമായിരുന്നതല്ലേ? അന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടല്ലേ വിനയായത്? സ്ഥലത്തെ ജനപ്രതിനിധിയായ എസ് ശർമ്മയ്ക്ക് പറയാൻ വിഷമം കാണും, പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടിന് അവിടെ അംഗീകാരം കിട്ടാതെ പോവുകയല്ലേ ചെയ്തത്? ഈ CRZന്റെ കാര്യമൊക്കെ എസ് ശർമ്മയുടെ മനസ്സിലുണ്ട്, അദ്ദേഹം അക്കാര്യം പറയുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തുകയും പോലീസ് സംരക്ഷണത്തിന് പ്രാമുഖ്യം നൽകുകയും IOCയോട് നിർമ്മാണം തുടരാൻ പറഞ്ഞതും സമരക്കാരോട് തൽക്കാലം സമരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞതുമല്ലേ ഈ കുഴപ്പത്തിനെല്ലാം കാരണമായത്? ശ്രീ മുരളി, ഉപേക്ഷിക്കാൻ പറ്റില്ല, ഞങ്ങളെ അദ്ദേഹം വളരെയധികം മോശമായ രീതിയിൽ പറഞ്ഞു വിടുകയുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഈ പദ്ധതി ഇവിടെ വരുന്നതിന് LDFന്റെയും UDFന്റെയും തുല്യ പങ്കാളിത്തമുണ്ട്. കേരളത്തിലൊരു പദ്ധതി വെക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും സപ്പോർട്ടില്ലാതെ ഇവിടെ ഒരു പ്രോജക്റ്റ് മോശമായി പറഞ്ഞു വിടുകയാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? കേട്ടില്ല, അതുകൊണ്ടാണ്. മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ യോഗത്തിൽ പൂർണ്ണമായിട്ടും ഈ സമരക്കാർക്കെതിരെയുള്ള ഒരു നിലപാടാണോ മുഖ്യമന്ത്രി സ്വീകരിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തല്ലിച്ചതച്ച ശേഷം വീണ്ടും ഒരു യോഗം കൂടുന്നതിൽ അർത്ഥമൊന്നും കാണുന്നില്ലല്ലോ. ഈ തല്ലിച്ചതയ്ക്കൽ ഒഴിവാക്കാമായിരുന്നുവല്ലോ മുഖ്യമന്ത്രിക്ക്. ഞാൻ ഇടപെടുകയാണ്. ശ്രീ സഞ്ജിത്ത്, കാര്യങ്ങൾ ഇതാണ്. ആ യോഗത്തിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യം ഇവിടെ മുരളി വിശദീകരിച്ചു കഴിഞ്ഞു. ആ യോഗത്തിൽ സമരസമിതിക്കെതിരെയുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. എന്തായാലും ജനപ്രതിനിധിയായ എസ് ശർമ്മയ്ക്ക് എന്തായാലും ആ നിലപാടല്ലായിരുന്നു, അദ്ദേഹം സമര നേതാക്കൾക്കൊപ്പമായിരുന്നു. അപ്പോൾ CPIയുടെ നിലപാടും ഇവിടെ വിജയം കാണാൻ പോകുന്നില്ല. IOC പ്ലാന്റിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിൽ CPIയുടെ സമരവും ഇനി വിജയം കാണുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. ശ്രീ TC സഞ്ജിത്ത്, അടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ യോഗത്തെ ഞങ്ങൾ പ്രതീക്ഷയോടെ കാണുകയാണ്. വൈപ്പിനിലെ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. ആ ഗവൺമെൻറ് ആ സമീപനം സ്വീകരിക്കുമെന്ന് പൊതുസമൂഹം ആകെ വിശ്വസിക്കുകയാണ്. ഇവിടെ സഖാവ് ശർമ്മ സൂചിപ്പിച്ചതുപോലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് യതീഷ് ചന്ദ്ര ഉൾപ്പെടെയുള്ള ആളുകൾ UDFന്റെ പ്രേതം ബാധിച്ചവരായി കേരളത്തിലുണ്ട് എങ്കിൽ അവരെ നിലക്ക് നിർത്തേണ്ടത് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് CPIയുടെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരസമിതി നേതാക്കളോട് മാറി നിൽക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? ഇടവേളയിലേക്ക് പോവുകയാണ്. കൊച്ചി DCPയെ സസ്പെൻഡ് ചെയ്യണമെന്ന VSന്റെ ആവശ്യം അംഗീകരിച്ച് മുഖം രക്ഷിക്കുമോ സർക്കാർ? ഇടവേളയ്ക്ക് ശേഷം.